സുഭാഷിതങ്ങൾ അധ്യായം 13 വാക്യങ്ങൾ 21 മുതൽ 25 വരെ. പാപികളെ തിന്മ പിന്തുടരുന്നു, നീതിമാന്മാർക്ക് അവിടുന്ന് നല്ലത് പ്രതിസമ്മാനിക്കുന്നു. മക്കളുടെ മക്കളെയും അവിടുന്ന് നല്ലതിന് അവകാശികളാക്കുന്നു. പാപം ചെയ്യുന്നവൻ്റെ സമ്പത്ത് നീതിമാനു വേണ്ടി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കൃഷിയോഗ്യമായ നിലം ഭക്ഷ്യസമൃദ്ധമാകേണ്ടതായിരുന്നു, എന്നാൽ ന്യായമില്ലാത്തതിനാൽ അത് തുടച്ചു നീക്കപ്പെടുന്നു. മകനെ വെറുക്കുന്നവനാണ് വടി ഒഴിവാക്കുന്നത്, കാലേക്കൂട്ടി ശിക്ഷണ വിധേയനാക്കുന്നവനാണ് അവനെ സ്നേഹിക്കുന്നത്. ആത്മസംതൃപ്തിക്കായി നീതിമാൻ ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ ഉദരം കാലിയായിരിക്കും. പ്രിയമുള്ളവരെ, 222 ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മളെ നയിച്ച അത്ഭുതകരമായ വഴികളെ നമുക്ക് ഓർക്കാം. യെശയ്യാ പ്രവചനം